ചിറ്റാമ്മയ്ക്ക് രാവിലെ എണീറ്റപ്പോഴത്തേക്കും ഒരു നെഞ്ചുവേദന. അപ്പൊ ചിറ്റ പരിപാടി വാവാ അപ്പോൾ വീട്ടിലോട്ട് പോകുന്ന പിന്നെ എനിക്ക് നിങ്ങളോടൊരു വലിയ കാര്യം പറയാൻ വേണ്ടിയിട്ട്, കാരണം അത് പറയുന്നത് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ പുറത്തേക്ക് എവിടെയെങ്കിലും പോകാൻ വേണ്ടിയിട്ടാണെങ്കിൽ നമുക്ക് ഒരു ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യണമെങ്കിൽ ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റിന്റെയോ അല്ലെങ്കിൽ നമുക്ക് കുറേ പ്രൊഡക്റ്റുകളുടെ ആവശ്യം വരുന്നുണ്ട്. നമുക്കൊന്ന് നല്ല വൃത്തിക്ക് നമുക്ക് ഒരിക്കലും ഫംഗ്ഷൻ പോകാൻ വേണ്ടിയിട്ട്. അപ്പം ഇപ്പം ഞാനാണെങ്കിൽ ഒരു പഠിക്കുന്ന സമയത്തേക്കാണെങ്കിലും നമ്മൾ ഫൗണ്ടേഷൻസ് ഒക്കെ യൂസ് ചെയ്യുന്ന സമയത്താണെങ്കിലും ആ മറ്റുള്ള ഫൗണ്ടേഷൻസ് വെച്ച് നോക്കുമ്പോൾ നല്ലവണ്ണം പാച്ചസ് വീഴുക, അതുപോലെ തന്നെ ഡ്രൈനെസ് ഉണ്ടാവുന്നതായിരുന്നു ഞാൻ യൂസ് ചെയ്തിട്ടുള്ള ഫൗണ്ടേഷനൊക്കെ. പക്ഷെ അതിനെല്ലാം പരിഹാരമായിട്ട് ഇപ്പം മാമാഅർത്തിന്റെ ഹൈഡ്രാ ഗ്ലോ ഫുൾ കവറേജ് ഫൗണ്ടേഷൻ വന്നിരിക്കുന്നത്. ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്റെ സ്കിന്നിന് ഇത് നല്ലവണ്ണം ഹൈഡ്രേറ്റ് ചെയ്യുന്നുണ്ട്, അതുപോലെ ഇത് ലോങ് ലാസ്റ്റിംഗ് ആണ്. മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 3 ഇരട്ടി എന്റെ സ്കിന്നിന് ഇൻസ്റ്റന്റ് ഗ്ലോ നൽകുന്നുണ്ട്. ഇതിൽ അടങ്ങിയിരിക്കുന്നത് വിറ്റമിൻ സിയും ടെർമറിക്കും ആണ്. ടെർമറിക് സ്കിന്നിനെ കൂടുതൽ ബ്രൈറ്റ് ആക്കുകയും അതുപോലെ തന്നെ വൈറ്റമിൻ സി സ്കിന്നിന് നാച്ചുറൽ ഗ്ലോ നൽകുകയും ചെയ്യുന്നു. ഇതിൽ അടങ്ങിയിരിക്കുന്ന ഹൈലറോണിക് ആസിഡ് സ്കിന്നിനെ 12 hours ഹൈഡ്രേറ്റിംഗ് ആക്കാൻ വേണ്ടി സഹായിക്കുന്നു. ഇത് മെയ്ഡ് സേഫ് ആണ്, അതുപോലെ തന്നെ ടോക്സിൻസ് ഫ്രീ ആണ്. ഇതിൽ അടങ്ങിയിരിക്കുന്ന SPF 35 സണ്ണിൽ നിന്ന് സ്കിന്നിനെ സംരക്ഷിക്കുന്നു. ഈ പ്രൊഡക്റ്റ് സ്വെറ്റ് റെസിസ്റ്റന്റ് ആണ്, അതുപോലെ തന്നെ വാട്ടർ റെസിസ്റ്റന്റും ആണ്. അതേപോലെ ലൈറ്റ് വെയിറ്റും ആണ്, നോൺ ഗ്രീസിയും ആണ്. ഇത് നമ്മുടെ സ്കിന്നിലുള്ള പോസിനെ ബ്ലർ ചെയ്യുകയും നമ്മുടെ ഇൻപെർഫെക്ഷൻസിനെ ഹൈഡ് ചെയ്യുകയും ചെയ്യും. അപ്പം നമുക്ക് ആ മാജിക് ഉണ്ടല്ലോ. അപ്പോൾ ആദ്യം തന്നെ യൂസ് ചെയ്യുന്നത് മാമാഅർത്തിന് തന്നെ പ്രൈമറാണ്. അപ്പോൾ കുറച്ച് എമൗണ്ട് കയ്യിലെടുത്തതിന് ശേഷം എൻ്റെ ഫിംഗർ ടിപ്സ് കൊണ്ട് തന്നെ നല്ലോണം മസാജ് ചെയ്ത് ഈവൻലി എല്ലായിടത്തോട്ടും ആക്കുന്നുണ്ട്. ശേഷം ഞാനാണെങ്കിൽ മാമാഅർത്തിന് തന്നെ നമ്മുടെ ഒരു ഷെയ്ഡ്, എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഷെയ്ഡാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഷെയ്ഡ് ഞാൻ എങ്ങനെയാണ് ഒരു സ്പഞ്ച് വെച്ചിട്ടാണ് യൂസ് ചെയ്യുന്നത്. മുഖത്ത് നല്ലോണം അപ്ലൈ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇടുമ്പോൾ തന്നെ യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ഈവൻലി അത് എല്ലായിടത്തോട്ടും സ്പ്രെഡ് ആവുന്നുണ്ട്, അതുപോലെ തന്നെ ഫുൾ കവറേജും കിട്ടുന്നുണ്ട്. അപ്പം ഇത് ഇട്ട ഒരു പോർഷനും അപ്പുറത്തെ സൈഡ് ഇപ്പുറത്തെ നമ്മൾ വ്യത്യാസം നിങ്ങൾക്ക് നല്ലോണം അറിയാൻ വേണ്ടി പറ്റും കേട്ടോ. മാമാഅർത്തിന്റെ എല്ലാ പ്രൊഡക്ട്സുകളും ആമസോൺ, ഫ്ലിപ്കാർട്ട്, നൈക എന്നിവയിൽ അവൈലബിൾ ആണ്. നമ്മുടെ കോഡായ WIL2024 എന്ന കോഡ് ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 20% ഡിസ്കൗണ്ട് ലഭിക്കും. മാമാഅർത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ് ഓഫ്ലൈൻ പ്രസൻസ്. മാമാഅർത്തിന്റെ പ്രൊഡക്റ്റുകൾ ആമസോൺ, ഫ്ലിപ്കാർട്ട്, നൈകയിൽ അവൈലബിൾ ആയതുപോലെ തന്നെ ഇപ്പൊ നമ്മുടെ അടുത്തുള്ള ഷോപ്പുകളിൽ മാമാഅർത്തിന്റെ പ്രൊഡക്റ്റുകൾ അവൈലബിൾ ആണ്. ഇനി നെക്സ്റ്റ് ടൈം നിങ്ങൾ മാമാഅർത്തിന്റെ പ്രൊഡക്റ്റുകൾ ഷോപ്പുകളിൽ കാണുമ്പോൾ കമന്റ് ചെയ്യാൻ മറക്കരുത്. മാമാഅർത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ് ഫീഡ്ബാക്ക് ഓപ്ഷൻ. നമ്മുടെ റിവ്യൂസിന് അതല്ലെങ്കിൽ നമ്മുടെ ഫീഡ്ബാക്കിന് അവർ അത്രയും വാല്യൂ കൊടുക്കുന്നുള്ളത്. കഴിഞ്ഞിടയ്ക്ക് ഞാനാണെങ്കിൽ മാമാഅർത്തിന് തന്നെ ഓനിയൻ ഷാമ്പൂവിന്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മുടെ ഫീഡ്ബാക്കിനനുസരിച്ച് നമ്മുടെ റിവ്യൂവിനനുസരിച്ച് അവരത് കൂടുതൽ ഇമ്പ്രൂവ് ആക്കി വീണ്ടും ഇറക്കിയിട്ടുണ്ട്. അതായത് മാമാഅർത്ത് നമ്മുടെ കസ്റ്റമേഴ്സിന്റെ ഫീഡ്ബാക്കിന് അത്രയും വാല്യൂ നൽകുന്നുണ്ട്. ഈ പ്രൊഡക്ട്സ് പർച്ചേസ് ചെയ്യാനുള്ള ലിങ്ക് കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് നേരെ വരില്ല കേട്ടോ. എന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓറഞ്ച് വാവൂ അട്ടിട്ട് പോന്നു വാവൂ. കുറെ നേരമായി ഉറങ്ങാൻ തുടങ്ങിയിട്ട് കേട്ടോ. ഓറഞ്ച് കണ്ണാച്ചു കണ്ണടച്ചോ. ഓറഞ്ച് വയ്യ കേട്ടോ, പനിയാണേ. അപ്പൊ ഞങ്ങൾ രാവിലെ വെളുപ്പിനെ ഇറങ്ങിയ, വെളുപ്പിനല്ല രാവിലെ എണീറ്റിട്ട് ഇങ്ങനെ പോകുന്നതാണ്. ചിറ്റാമ്മയ്ക്ക് രാവിലെ എണീറ്റപ്പോഴത്തേക്കും ഒരു നെഞ്ചുവേദന. അപ്പൊ ചിറ്റാമ്മ അമ്മ എടുത്ത് വന്ന് അങ്ങനെ പെട്ടെന്ന് പറയുന്ന ഒരാളല്ല ആശുപത്രിയിൽ പോകാൻ വേണ്ടി. അപ്പൊ വന്ന് പറഞ്ഞു, മക്കളെ ഇന്ന് ആശുപത്രി കൊണ്ടുപോവോ, നെഞ്ചുവേദന എടുക്കുക, 2 ദിവസമായി ഇപ്പഴാണ് പറയുന്നത്. അപ്പൊ നമ്മളിങ്ങ് കൊണ്ടുവന്നു. ഞാൻ ഇങ്ങോട്ടും പോന്നു, ലച്ചൂട്ടിയെ ഉദയഗിരിയിലോട്ടും പോയി. ഇവർക്ക് ഭയങ്കര കവക്കെട്ടാണ്, ഭയങ്കര അസ്വസ്ഥ. ഇപ്പോൾ കുറച്ചു നേരമായി ഉറങ്ങാൻ തുടങ്ങിയിട്ട്. ഉണ്ടോ കൂർക്കമ്പലി കേൾക്കുമ്പോൾ, കൂർക്കമ്പലി അല്ല ഇങ്ങനെ കൂർക്കമ്പലി പോലെ ഇതാണ് കേട്ടോ. 3-4 ദിവസമായി. അതുകൊണ്ടാണ് നമ്മൾ മെയിൻ വീഡിയോ കാര്യങ്ങളൊന്നും ഇടാതെ. ഞാൻ ഇവിടെ ഇങ്ങ് ഉറങ്ങിയപ്പോഴത്തേക്ക് കാറിലോട്ട് വന്നതാണ് കേട്ടോ. കുഞ്ഞൂസ് അവിടെ ഇരിക്കുന്നു. നമ്മള് ഉദയഗിരി കാണിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ അങ്ങോട്ട് പോയി. എണീറ്റ് വാ. അപ്പൊ എണീറ്റ് എന്റെ കയ്യിലോട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ ഭയങ്കര ടയേർഡ് ആയിട്ടിരിക്കുകയാണ് രാവിലെ തൊട്ട്. ഇപ്പം 3 മണിയായി. അപ്പൊ നമ്മൾ ആശുപത്രിയിലാണ്. ചിറ്റാമ്മയ്ക്ക് അപ്പം ECG അപ്പം നേരെ വന്നപ്പോൾ നെഞ്ചുവേദനയാണെന്ന് വിടഞ്ഞപ്പോഴത്തേക്കും പറഞ്ഞു കേട്ടോ. OPയുടെ സമയമായിരുന്നു. അപ്പം പറഞ്ഞു അത്യാവശ്യത്തിൽ തന്നെ കാണിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ അത്യാവശ്യത്തിൽ കാണിച്ചു. ഞാനും ചിറ്റാമ്മയുടെ ഇവളും ഇങ്ങോട്ട് വന്നു. ഇവളും അവളും കുഞ്ചൂച്ചൂടെ ഉദയഗിരി പോയി പനിയുടെ മരുന്നും കഫക്കെട്ടിനുള്ള മരുന്നും ഒക്കെ മേടിച്ചു. ശ്വാസം വിടാൻ വേണ്ടി ഇത് ഇത്തിരി പാടുണ്ടല്ലേ മോനെ. ആമിച്ചേച്ചി വീട്ടിൽ ഇരുന്നിട്ട് അയ്യോ എനിക്ക് ചൂട്ടിയെ കാണണേന്നും പറഞ്ഞു ഭയങ്കര കരച്ചിലാണ്. ചൂട്ടിയെ കാണണേന്നും പറഞ്ഞു ഭയങ്കര കരച്ചിലാണ്. അപ്പൊ ചിറ്റാമ്മയുടെ ഇങ്ങനെ ECG ഒക്കെ എടുത്തു കേട്ടോ. ECGക്കകത്ത് ഒരു ചെറിയ വേരിയേഷൻ ഉണ്ട്. അപ്പം ഒരു ട്രിപ്പ് ഇട്ടേക്കുവാണ്. 2 ദിവസം കൊണ്ട് ചെസ്റ്റിന് കുറവില്ലെങ്കിൽ, വേദന കുറവില്ലെങ്കിൽ, ചെസ്റ്റ് പെയിൻ കുറവില്ലെങ്കിൽ പിന്നെ കൊണ്ടുവന്ന് ഫിസിഷ്യനെ കാണിച്ചിട്ട് പ്രോപ്പർ ട്രീറ്റ്മെന്റ് കാര്യങ്ങൾ എടുക്കണമെന്ന് പറഞ്ഞു കേട്ടോ. ചിറ്റാമ്മയ്ക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ട്രിപ്പ് കിടക്കുന്നത്. BP ഭയങ്കര ലോ ആണ്. ഇപ്പോൾ ഒരു നാരങ്ങ വെള്ളമൊക്കെ മേടിച്ച് കൊടുത്തിട്ട് ഇങ്ങനെ ഇരിക്കുന്നത് കേട്ടോ. എന്നാട്ടെ കണ്ണ മോന്റെ തലമുടി ഒന്ന് കാണിച്ചു കൊടുത്തേ. എല്ലാരും തലയിൽ എന്തൊക്കെയാ വെച്ചേക്കുന്നതെന്ന് കാണിച്ചു കൊടുത്തേ. എന്താ ടിക്ടോക്ക്
അപ്പൊ ഞങ്ങള് ചിറ്റാമ്മയ്ക്കും കുഞ്ചൂസിനും വേണ്ടി വെയിറ്റ് ചെയ്തോണ്ടിരിക്കും. ഇനിയിപ്പോ അങ്ങോട്ട് കയറിപ്പോണം. അവിടെ ഇവക്ക് പനി കൂടെ ആയതുകൊണ്ട് അകത്ത് നിന്ന് ഭയങ്കര ഒരു ഇതായിട്ട് ഇങ്ങോട്ട് വന്നതാണ് കേട്ടോ. എന്നാട്ടോ ആ പോട്ടെ പോട്ടെ പോട്ടെ. എനിക്ക് പനിയാണ് വരാം എല്ലാവരുടെ അടുത്തും. പനി എന്ന് പറ, പനി 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 പിടിച്ചെന്ന് പറ, പനി പിടിച്ചെന്ന് പറ. മോനിതാറെ മുത്തൊക്കെ തലയിൽ കുത്തി വെച്ചേക്കുന്നേ? വാവയുടെ മുത്താണ് അടിച്ചു മാറ്റിയത്? വാവയുടെ മുത്താണ് അടിച്ചു മാറ്റിയേ? വാവ കണ്ട ഇടി തരും. കൊച്ചിന്റെ വാവയാണ് കേട്ടോ ആമി ചേച്ചി. ഇവിടെ ഏത് പിള്ളേരെ കണ്ടാലും വാവ വാവ വാവാനും വിളിച്ചുകൊണ്ട് ഓടി നടപ്പാണ് കേട്ടോ പരിപാടി. ഉദയഗിരി ഞാൻ ഇടയ്ക്ക് ഇവിടെ നമ്മുടെ സിസ്റ്റർ നമ്മുടെ ഫാമിലി മെമ്പറാണ്. അപ്പം ഞാൻ ചോദിച്ചിട്ട് ഇവിടെ ചിറ്റാമ്മ ട്രിപ്പ് ഇട്ട സമയത്ത് ഞാൻ പോയിട്ട് ഇവരെ ഉദയഗിരി പോയി കൂട്ടിക്കൊണ്ട് വരും. അപ്പത്തേക്കും അവിടെ കിടന്ന് ഓട്ടവും ചാട്ടവും ഒക്കെയാണ് പരിപാടി. അയ്യ എന്നെ കണ്ണാ വാവ എന്തിയാടാ? വാവ വാവ എന്തിയാടാ? വാവ എന്തിയാ മോനെ? എവിടെ വാവ? ആം ചേച്ചി എവിടെയാ? വാവ പനിയാന്ന് പറ, ഉവ്വാന്ന് പറ എല്ലായിടത്തും. എന്നിട്ട് പനി മാറാൻ വേണ്ടി എല്ലാവരും പത്തിക്കണ്ണെ കുറെ ദിവസമായി പനി ഇങ്ങനെ പിടിച്ചിട്ടെന്ന് പറ. എനിക്ക് ഉറങ്ങാനൊന്നും പറ്റുന്നില്ല. രാത്രി ഒന്നും ഉറക്കോ പരിപാടിയൊന്നും ഇല്ല. ഞങ്ങളിങ്ങോട്ട് പോകുന്നപ്പോഴത്തേക്ക് ഒറ്റ ഛർദ്ദി, കുടിച്ച പാലെല്ലാം ഛർദ്ദിച്ചിപ്പോ. അങ്ങനെ കപക്കെട്ടായോണ്ടേ ഒന്നും പിടിക്കുന്നു ഒന്നുമില്ല. രണ്ട് പിള്ളേരും കഴിക്കും. ആ യെസ് വരുന്നുണ്ട്. നീ കയറി ഇരുന്നിട്ട് ഇത് റെഡിയാക്കണം സീറ്റ്. പപ്പ വന്നടാ, പപ്പ വന്നേ, പപ്പ വന്നേ, പപ്പേ പപ്പേ. പപ്പയുടെ മുഖമൊക്കെ നോക്കിയ ഭയങ്കര ക്ഷീണമാണ് കേട്ടോ. പപ്പയ്ക്ക് 2 ദിവസമായിട്ട് വയ്യാഴികയായിട്ട് പപ്പ ഇന്ന് രാവിലെ അങ്ങ് എടുത്ത് പറയുന്നത് ഒന്ന് ആശുപത്രി കൊണ്ടുപോകാമെന്ന്. അത്യാവശ്യം വയ്യാഴിയാകാതൊന്നും പറയത്തില്ല. ഒരു കാര്യം പറയുന്നത് അല്ലെ തന്നെ ചെറുതിന് പോലും നമ്മൾ കൊണ്ടുപോകാൻ വിളിച്ചാൽ വരത്തുമില്ല. ഭയങ്കര ക്ഷീണമായി കണ്ടോ മുഖത്ത്. എന്റെ ദൈവമേ, അല്ല രാവിലത്തെക്കാളും വന്നതിനേക്കാളും ക്ഷീണമായി അല്ലേ? ആ കിടന്നതിന്റെ ഒരു എടാ പപ്പ എന്തിയാടാ? പപ്പ എന്റെ പപ്പയാണേ. പപ്പ എന്തിയാണ്? ഇത്ര നേരം ഉറക്കമായിരുന്നു. ഭയങ്കര ഉറങ്ങാൻ പറ്റുന്നില്ലായിരുന്നേ. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ട് തിരിഞ്ഞ് ഞാനിപ്പോ VR ലവിന്റെ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും കണ്ണു തുറന്നു, ഞെട്ടി കണ്ണു തുറന്നു. മരുന്ന് കുഴപ്പമില്ല. 2 ദിവസം കഴിയുമ്പോ കൊണ്ട് കാണിക്കണം. ഇനിയും കുറവില്ലെങ്കിൽ അഡ്മിറ്റ് ചെയ്യാനാ പറഞ്ഞേ. അതായത് ഇങ്ങനെ ചെറിയൊരു വേരിയേഷൻ. ചിറ്റാമ്മക്ക് കുഞ്ഞിന്റെ ചിറ്റാമ്മക്ക് ചെറിയൊരു വേഷം, കുഞ്ഞിനെ അഡ്മിറ്റ് ആക്കാനാ പറഞ്ഞത്. കൂടുതലാണേല് ലക്ഷ്മി അടങ്ങിയില്ലേ? ലക്ഷ്മി വരാമോ ഞങ്ങളോടെ? വരാമോ ഞങ്ങളോട് വരാമോ? അയ്യോ അവളങ്ങനെ 2-3 പ്രാവശ്യം കണ്ടിട്ടേ ഉള്ളു കേട്ടോ. ലക്ഷ്മി എങ്ങോട്ട് നോക്കണി? വാ വാ വാ. കൊണ്ടുപോ ഞങ്ങക്ക് വേണം. ഒരു പേര് ഞങ്ങൾ പിടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ.
പ്രണയി കിടക്കുക. ഇവിടുത്തെ ചോറ് തീർന്നു പോയി, അല്ലെങ്കിൽ ചോറ് കഴിക്കാന്ന് വിചാരിച്ചായിരുന്നു കേട്ടോ. ചോറ് ഒരു ദിവസം വേറൊരു ദിവസം കാണിക്കട്ടെ. ഇത് നമ്മുടെ KSRTC ചങ്ങനാശ്ശേരി KSRTC ബസ് സ്റ്റാൻഡിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് മറീന. യെസ്. അപ്പൊ എനിക്ക് കൈതി ഉണ്ടോ? കൈതി ഉണ്ടോ? കൈതി എനിക്കൊരു കൈതി, ഒരു ഫ്രൈഡ് റൈസും. പിന്നെ മതിയോ? നിങ്ങൾ രണ്ടുപേരും പകുതി എടുക്കുമോ? അയ്യോ വേണ്ട, പോകാൻ വേണ്ടി വഴക്കുണ്ടാക്കുന്നു. ഈ ഞാൻ കൈതി ബിരിയാണി ആയിട്ടോ കഴിക്കുന്നത്. നമ്മളെ കൈതി സിനിമയ്ക്കകത്ത് കാണത്തില്ലേ, ആ ബിരിയാണി ആണ് കേട്ടോ. ഇവര് ഫ്രൈഡ് റൈസ് ആട്ടോ കഴിക്കുന്നത്. കാറ്റ് ഒരുത്ത് കണ്ടത് വഴി നടക്കുന്നുണ്ട് കേട്ടോ. എന്നാലും ഇങ്ങനെ ആരുടെ അടുത്തും പോകുന്നല്ല കേട്ടോ. അല്ല പോകത്തില്ല. അതല്ല പറഞ്ഞേ, ഇങ്ങോട്ട് വേറെ കസ്റ്റമർ കുഞ്ഞാണ് ഇതുപോലെ തന്നെയാ. എൻ്റെ അടുത്ത് പോകുന്നു, അവിടെ ഏസി കാരണം എൻ്റെ പോകുന്നു. ഞാൻ ഓടി വിളിച്ചിരിക്കുന്നു. പിന്നെ കരുതി കംഫോർട്ടാണ് കിടക്കുന്നത്. അപ്പൊ ഞങ്ങൾ വീട്ടിലെത്തി കേട്ടോ. ഞങ്ങളുടെ ചുണ്ടിരിയുടെ പനിയൊക്കെ മാറി ഇത്തിരി ആക്റ്റീവ് ആയിട്ടുണ്ട് അല്ലേ? അല്ലേ തുന്തിരി പറയാമേ. ഇത്തിരി നാണമൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഈ നാണം കൂടിയിട്ടുണ്ട്. ഒരു ഷോർട്സ് ചെയ്യാനായിട്ട് ഇവിടെ ഒന്ന് വിളിക്കണമെങ്കിൽ ഒരു 2 മണിക്കൂർ നമുക്ക് മെനക്കേടാണ്. എന്നാലും ചെയ്യും കേട്ടോ. കുറച്ച് കഷ്ടപ്പാടാണ്. എന്നാലും ഈ മോന് ഞങ്ങളുടെ കുഞ്ഞിന് ഇപ്പോൾ കട്ട്ലേറ്റ് ഒക്കെ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. കട്ട്ലേറ്റ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കട്ട്ലേറ്റ് തിന്നോളൂ. അവിടെ ഒരുത്തിയാണ് കാറിൽ നിന്ന് ഇറങ്ങിയതിനുള്ള കരച്ചിലും ബഹളത്തിലും ആണ് കേട്ടോ. അവര് ചിറ്റാമയ്ക്ക് ഇനി കുറവില്ലെങ്കിലും കൊണ്ടുപോയിട്ട് ഫിസിഷ്യനെ കാണിച്ചിട്ട് പ്രോപ്പർ ട്രീറ്റ്മെന്റ് എടുക്കണമെന്ന് പറഞ്ഞു. ഹാർട്ട് റേറ്റ് ഭയങ്കര കൂടുതലാണ്. വേരിയേഷൻ കാണിച്ചത് അതിന്റെ ആയിട്ടുള്ളതെന്ന് പറഞ്ഞു. പിന്നെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുള്ളൂ, നെഗറ്റീവ് ആണ് കേട്ടോ. പിന്നെ ബാക്കി ഒന്നും ആവാതിരിക്കാനായിട്ട് പ്രാർത്ഥിക്കുക. കാരണം ഇങ്ങനെയൊക്കെ ഉള്ള സിറ്റുവേഷൻ നേരത്തെ കൊളസ്ട്രോൾ ഉണ്ടായിരുന്നു. ഇപ്പുറത്ത് കാണിച്ച ചേട്ടാ തിരിച്ചു അവിടെ നിന്നിട്ടേ ഇവള് വേറെ ഹോസ്പിറ്റലായിരുന്നല്ലോ. എല്ലാവർക്കും ഒരു ടാറ്റ പറഞ്ഞേ. നമ്മള് വീഡിയോ ആയിട്ട് വന്ന വീഡിയോ ഇടാത്തത് 3-4 ദിവസമായി. വീഡിയോ ഇടാം. അസുഖങ്ങളും കാര്യങ്ങളും ആയതുകൊണ്ട് നമുക്ക് സമയം കിട്ടുന്നില്ല. കടയിൽ പോകണം. മൊത്തത്തിൽ നമ്മുടെ ലൈഫ് ഭയങ്കര ഒരു ഓട്ടത്തിലാണ്. പക്ഷെ നമ്മുടെ ഇങ്ങനെ തിരിച്ചു പിടിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ കാര്യങ്ങൾ. അതെ. അപ്പൊ നമുക്ക് ഹോസ്പിറ്റല്, കട, വീട് വൈകിട്ടൊക്കെ ആവും. അതിനിടയ്ക്ക് പറ്റുന്ന സമയത്ത് ഷോർട്സ് മാക്സിമം ചെയ്തിട്ട് ഇടുന്നതാണ് കേട്ടോ. ചിലപ്പോൾ 1-2 ദിവസം മുമ്പൊക്കെ ചെയ്യുന്ന ഷോർട്സ് ഒക്കെ ആണ് നിങ്ങൾ കാണുന്നത്. ഷെഡ്യൂൾ ചെയ്ത് വെച്ചിട്ട് ഇടുന്നതാണ് കേട്ടോ ഓരോന്നും. അപ്പൊ അങ്ങനെ നമുക്ക് സമയം കിട്ടുമ്പോൾ നമ്മൾ ഷോർട്സ് ചെയ്യും. വീഡിയോ ചെയ്യാൻ പറ്റുന്ന സമയത്ത് നമ്മൾ മാക്സിമം വീഡിയോ ചെയ്യാനായിട്ട് ഉറപ്പായിട്ട് നോക്കും അല്ലേ? ബിഹൈൻഡ് ദ സീൻ ഇട്ട സീനത് ഞാൻ ഒന്നും അറിഞ്ഞിട്ടില്ല. ആമിച്ചനും ലച്ചോട്ടി ഇവിടെ ഇരുന്നേ ആ പാട്ട് ഇത് കാട്ടും കണ്ടില്ല. അപ്പൊ ഞാൻ എവിടെ വീഡിയോ ചെയ്തതിന് പിന്നെ ഇവിടെ കിടന്ന് നമ്മളെ കാണിച്ചോണ്ടിരുന്നതാ. പക്ഷെ ഞാനും അത് കണ്ടിട്ടില്ല. ഇവിടെ ഡാൻസ് കളിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഇവിടെ എന്നെ കാണിക്കുന്നത് ഞാൻ ഇവിടെ അവിടെ ഇരുന്ന് കാണിച്ചു കൊടുക്കാന്ന് ഓരോന്ന്. നല്ല രസമുണ്ടായിരുന്നു. എനിക്കത് കണ്ട് ചിരിച്ച് ഉപ്പാട് വെച്ചിട്ട് പിന്നെ ആശ്രയം വിളിച്ചിട്ട് പറഞ്ഞു നോക്കാൻ പറഞ്ഞത്. എനിക്ക് ചിരി സഹിക്കാൻ എന്നാണ് കള്ള നീ ഇങ്ങനെ ചിരിച്ചോണ്ടിരിക്കുന്നത്. അപ്പം എല്ലാവർക്കും ടാറ്റ കേട്ടോ. നേരെ ഇനിയിപ്പോ കടയിൽ പോകണം. സാധനം ഒരിടത്ത് എടുത്തു വെച്ചേക്കുവാണെങ്കിൽ അവിടെ പോയിട്ട് എടുത്തുള്ള ബില്ലടിക്കണം. കുറെ ഡ്രസ്സുകളും കാര്യങ്ങളും വന്നിട്ടുണ്ട്. അതെല്ലാം ഹാങ് ചെയ്യണം. അതിന് കുറെ സാധനങ്ങളൊക്കെ മേടിക്കണം. എനിക്ക് വേണ്ടി പോണം കേട്ടോ. അപ്പൊ എല്ലാവർക്കും ടാറ്റ, ലവ് യു ഓൾ.